നാഗ്പൂർ കലാപം നിങ്ങൾക്കറിയാൻ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ഔറംഗസീബിന്റെ തോമ്പ് അപ്പം കുറച്ച് നാളുകൊണ്ട്, അതായത് ഇപ്പോഴൊന്നും അല്ല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 10-30 വർഷം കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഇഷ്യൂസും അവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സിനിമ വരെ ഇറങ്ങി. അപ്പം ഇത് ഇങ്ങനൊരു ഡിബേറ്റിംഗ് ടോപ്പിക്കാണ് ഔറംഗസീബിന്. അത് ആദ്യം തുടങ്ങുന്നത് ഈ അവിടെയുള്ള നാഗ്പൂരിലുള്ള കോൺഗ്രസിന്റെ നേതാക്കളാണ് പറയുന്നത്. നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കണം. അവരാണ് പറയുന്നത് ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ഔറംഗസീബുമായിട്ട് ബന്ധപ്പെട്ട അയാളെ പുകഴ്ത്തുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കണം, അത് മാറ്റണം. ഇതുമായി ബന്ധപ്പെട്ട ശരത് പവാറിന്റെ പഴയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ശരത് പവാർ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. പിന്നീട് അത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് ശിവസേനയാണ്. പിന്നീട് ഇഷ്യൂ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വലിയ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പ്രസംഗങ്ങളും. അതവിടുന്ന് മാറ്റണം, അത് കാരണം ഇതുപോലെ ഇന്ത്യയെ ദ്രോഹിച്ച ഒരു ഭരണാധികാരി ഇല്ലായിരുന്നു. അത് ചരിത്ര സത്യം തന്നെയാണ്. ഇത് വലിയ സംഭവമൊന്നുമില്ല, അൺഫോൾഡിങ് ട്രൂത്തും ക്രാപ്പും കോപ്പും ഒന്നും അല്ല, വലിയ സത്യം തന്നെയാണ്. അപ്പൊ അതിനെ ഇന്റലക്ച്വലി ഇപ്പം ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഈ ലെഫ്റ്റ് ബേസ്ഡ് ഇന്റലക്ച്വൽസ് ആണ് ഇന്ത്യയുടെ ഹിസ്റ്ററിയും സ്കൂളിന്റെ സിലബസിലും ഒക്കെ മുഴുവനും കള്ളത്തരം മാറ്റി എഴുതിയേക്കുകയാണ്. മുഴുവനും കള്ളത്തരം. ഇപ്പൊ കോൺഗ്രസ് ഭരണവും ലെഫ്റ്റിന് താല്പര്യമുള്ള ഇന്റലക്ച്വൽസിനെയാണ് ഇതേപോലെ ടെക്സ്റ്റും പരിപാടിയും ബുക്സും ഹിസ്റ്ററിയും ഒക്കെ ഏൽപ്പിച്ചത്. ഇല്ലാത്ത കള്ളത്തരങ്ങളും മുഴുവനും ഈ പറയുന്ന ഔറംഗസീബ് ഉൾപ്പെടെ മുഴുവനെ അങ്ങനെ പോർട്രേ ചെയ്ത് വലിയ സംഭവങ്ങളാക്കി മാറ്റി. ബേസിക്കലി ചരിത്രത്തോട് ചെയ്ത അനീതിയാണ് ഈ സംഭവം. ഇത് ഞാൻ പറയാൻ നിങ്ങൾ ആരോടും ഇതിനെപ്പറ്റി അറിയാവുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാകുന്ന സംഭവം. ഈ അടുത്ത സമയത്ത് ഇവിടെ ഫഹീം ഖാൻ എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഒരു പ്രസംഗം നടത്തിയത്. അതാണ് ഈ കലാപം ഉണ്ടാകാനുണ്ടായ കാരണം. അപ്പം അയാള് ഇപ്പം നിങ്ങൾക്കറിയാം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇപ്പൊ റംദാൻ ആ വലിയ പെരുന്നാൾ നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഫഹീം ഖാൻ എന്ന് പറയുന്നയാൾ. ഇയാൾ ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞ സമയത്ത് അതിനകത്ത് ഏറ്റവും മോശമായ പദങ്ങളും വാക്കുകളും ഉപയോഗിച്ച് നാഗ്പൂർ പോലീസിനെ, അവിടുത്തെ ഗവൺമെന്റിനെ, അഡ്മിനിസ്ട്രേഷനെയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യും, കൊല്ലും എന്നൊക്കെ വെച്ചൊക്കെ കാച്ചു. കാരണം അതുമായിട്ട് മറാഠിയിലും ഹിന്ദിയിലും കൂടെയാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ കണ്ടു. അതിൻ്റെ അകത്ത് പറയുന്ന പലതും എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം അത്ര മോശമായിട്ടാണ് ഈ ഫഹീം ഖാൻ എന്ന് പറയുന്നയാള് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് പെട്ടെന്ന് അങ്ങ് വൈറലാവും. അതായത് ഡയറക്റ്റായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് കലാപത്തിന് ഇറങ്ങിത്തിരിക്കുക. കാരണം ഒന്നാമത് അവരുടെ ഒരു വിശുദ്ധ മാസവും കൂടെയാണ്. ഇത് കയറി വലിയ ഇഷ്യൂ ആയിട്ടങ്ങ് മാറും. മനസ്സിലാക്കുക, ഈ കലാപം തുടങ്ങിയത് മുസ്ലിം അനുകൂലികളാണ്, ഹിന്ദുക്കളല്ല. തെറ്റാണ് ഈ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. കാരണം അത് പ്രോപ്പറായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെ ചോദിച്ചപ്പോൾ ഈ ഒരു പ്രസംഗം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തു. ഇത് പെട്ടെന്ന് കയറിയൊക്കെ തലയ്ക്കകത്ത് ഇത് ആവേശമായി. അവർ ആക്രമണം അങ്ങ് അഴിച്ചു വിടാൻ. ഈ പറയുന്ന വഹീം എന്ന് പറയുന്നയാള് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിതിൻ ഗഡ്കരിക്കെതിരെ മത്സരിച്ചത്. എന്നിട്ടും അയാൾക്ക് ഇത്രയും പേര് മുസ്ലിംസ് 15% ഉണ്ട് ഈ നാഗ്പൂർ സിറ്റിക്കകത്ത്. എന്നിട്ടും അയാൾക്ക് 1000 വോട്ടേ കിട്ടിയുള്ളൂ. ഇതൊക്കെ ഒരു വശത്തേക്കുന്ന സംഭവമാണ്. അപ്പം അയാളും കൂട്ടരും കൂടെ ചേർത്ത് അവിടെ മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഏകദേശം 50ഓളം പോലീസുകാർ ഇഞ്ചേർഡായി. അതിൻ്റെ അകത്ത് 14-15 പേര് പോലീസുകാർ, DYSP, DCP അവരെയൊക്കെ ഈ ഇത് വെച്ചാണ്, കോടാലി വെച്ചാണ് അവരുടെ കഴുത്തിനെ വെട്ടിയേക്കുന്നത്. പിന്നീടാണ് ഗവൺമെന്റ്, അവരുടെ പോലീസ് ഇറങ്ങി അങ്ങ് തിരിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ കൊണ്ട് എങ്ങനെയാണ് പോലീസ് ഇവരെ ആക്രമിക്കുന്ന മറാഠ പോലീസ് ഇവരെ ഒരു റാലിയായിട്ടൊരു ഗലിയിൽ കൂടെ വരുന്നു. 500 പേരുണ്ട് ഒരു റാലിയായിട്ട് വരുവാണ്. ഭയങ്കരമായിട്ട് മുദ്രാവാക്യം വിളിച്ചോട്ടെ.
ഒരു 10-25 പോലീസുകാർ ലാത്തി വെച്ചമാരെ വെച്ചങ്ങ് വിളക്കി, എടുത്തിട്ട് അതിനകത്തിട്ട് ചവിട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു. അത് മുഴുവനും അവർ തന്നെ വീഡിയോ ആക്കിയിട്ട്, അത് പോലീസുകാർ തന്നെ വീഡിയോ ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്ന പല വില്ലേജുകളിലും അവർ കൂടുതൽ അപ്പുറമൊക്കെ കയറി അടിച്ചങ്ങ് നിരത്തി. അപ്പൊ ആർക്ക് സൈലന്റായി, എല്ലാവരും സൈലന്റായി. ഇപ്പൊ എല്ലാവരും നാട് വിട്ടേക്കുവാണ്. ഇനി കരച്ചിൽ തുടങ്ങാൻ പോവുക. ആരാണിത് തുടങ്ങിയത്? ഇത് തന്നെയല്ലേ ഞാൻ ഡൽഹി റൈറ്റിനെ പറ്റിയും ഇന്ത്യയിൽ എവിടൊക്കെ റൈറ്റ് ഉണ്ടാകും, ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നു. ഇതിനൊരു ആമിക്കബിളായിട്ട് പോകേണ്ട ഒരു സാധനം എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഇവർ പ്രൊവോക്കാവും. എന്തിനെ പ്രൊവോക്കാവുന്നു? ഒരു കാരണവശാലും ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റ് ഈ പറയുന്ന തോമ്പ് അവിടുന്ന് മാറ്റാനൊന്നും പോകുന്നൊന്നുമില്ല. തെറ്റായ ധാരണയാണ് ഇതൊക്കെ. പക്ഷെ സിലബസിൽ നിന്ന് ഈ പറയുന്ന പല കള്ളത്തരങ്ങളും കപടതകളും മാറ്റാനുള്ള തീരുമാനം ഏകദേശമായിട്ട് അവിടെ മാത്രമൊന്നുമില്ല, എല്ലായിടത്തും. കേരളത്തിൽ ഇപ്പോൾ ഹിസ്റ്ററിയുടെ ചരിത്രത്തിൽ ഈ ഔറംഗസീബിനെ പറ്റി എന്തൊക്കെയാ പുകഴ്ത്തി പറഞ്ഞേക്കുന്നത്? ലളിതമായ ലൈഫ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നയാളാണ്, പെർസിക്യൂട്ട് ചെയ്ത ആളാണ് ഇയാള്. ഹിന്ദുക്കളെ മാത്രമല്ല, സിഖുകാരെയും. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ആരും കൺവേർട്ട് ചെയ്ത് അവരെ മുഴുവൻ അടിച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്ത് കൊന്നയാളാണ് ഇയാള്. അയാൾ ഇത്രയും പോർട്രേ ചെയ്ത് വലിയ സംഭവമാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ടത് ഒരു സംഭവം, എത്രയോ പേര് ഇപ്പോൾ ഒളിച്ചോടിപ്പോയി, പലരെ അറസ്റ്റ് ചെയ്തു, പോലീസ് അങ്ങ് പിടിച്ചൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഉൾപ്പെടെ അടിച്ചങ്ങ് പൂട്ടി നാശമാക്കി കൊടുത്തു. അതേപോലെ ഇവർ പല ഹിന്ദുക്കളുടെ കടകളൊക്കെ ആക്രമിച്ചു. അവിടെ അതിൻ്റെ അകത്ത് അവിടെയുള്ള RSS ഒക്കെ അവരുടെ കടകൾ അടിച്ചു പൊളിച്ച് നാശമാക്കി. ഇതാണ് ചുമ്മാ വെറുതെ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിച്ചു എന്നൊക്കെ പറയുന്നത്, പക്ഷേ ഒരാളത് പറയുന്നത് പോലെ ഇതിൻ്റെയൊക്കെ ആവശ്യം ഇവന്മാർക്കുണ്ട്. ഇതൊന്നും അറിയാത്ത പാവം പിടിച്ച ഒന്നും എവിടെയും പെടാത്ത മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അൾട്ടിമേറ്റ് ആയിട്ട് സഫർ ചെയ്യുന്നത്. അത് ലോകത്ത് എവിടെയും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. 9/11 കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള മുസ്ലിങ്ങളുടെ മുകളിൽ മുഴുവനും ബാൻ കയറി വന്നു. യൂറോപ്പിലും അങ്ങനെ സംഭവിക്കുന്നു. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതേപോലെയുള്ള ഡിസ്കഷൻസും ചർച്ചയൊക്കെ ഉണ്ടാകും. ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, നമുക്ക് സംസാരിക്കാം. പക്ഷെ എല്ലാത്തിനും ലിമിറ്റുണ്ട്. എല്ലാ ലിമിറ്റിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് വല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ ചെയ്തപ്പോഴല്ലേ പ്രശ്നമുണ്ടായത്. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യമൊക്കെ ഈ BJP സംഘ് പരിവാറിൻ്റെ ആൾ വളരെ മോശമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കുക, കഴിഞ്ഞ 8-9 വർഷം കൊണ്ട് ഈ സ്പീച്ചുകളും ഹെയ്റ്റ് സ്പീച്ചും മുഴുവനും മാറി ഇന്ത്യയിൽ. കാരണം അത് ശരിയല്ല എന്നുള്ള ധാരണ ഇന്ത്യ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി BJP ആണ് നേതാക്കളും കൈക്കൊണ്ടു. അതിനകത്ത് പാർട്ടിക്കകത്തുള്ള പല നേതാക്കളെയും പിടിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അകത്തിട്ടു. ഇപ്പൊ പശുവിന്റെ ഇഷ്യൂ എടുക്കുക, അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൃത്യമായ നടപടിയെടുത്തു. അതിന്റെ പേരിൽ ഒരൊറ്റ പശുവിന്റെ ഇഷ്യൂ നിങ്ങൾ കാണുന്നുണ്ടോ? ഗവൺമെന്റ് ആണ്. നമ്മളിപ്പോൾ എത്ര കുറ്റം പറഞ്ഞാലും പിണറായി വിജയൻ എലക്റ്റഡ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എലക്റ്റഡ് ആണ്. അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ജനാധിപത്യം കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ജനങ്ങളുടെ സ്പീച്ചും പ്രവർത്തനവും ഒക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഈ പ്രകോപനം ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനും BJP ആണ് കാരണമെന്നും പറഞ്ഞ് തലയ്ക്കകത്ത് കയറിയാൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നാഗ്പൂരിലുണ്ടായത് മറ്റേ UP ഉണ്ടായതിനേക്കാളും വലിയ രീതിയിൽ അട്ടിച്ചൊക്കെ നാശമാക്കി കളഞ്ഞു, തുളച്ചു കളഞ്ഞു ഇമാരെ മുഴുവനും. ഇനി അടുത്ത 5 വർഷം 10 വർഷത്തേക്കും അതിൻ്റെ ചിലവന്മാർ എഴുന്നേറ്റ് പോലും നടക്കത്തില്ല. അതേപോലെയാണ് അടി കൊടുത്തത്. ഇടിച്ച് റെഡിയാക്കി കളഞ്ഞു, തലവണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ഡൽഹി റൈറ്റ്. ഞാൻ കണ്ടു പല റൈറ്റുകളും പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവന്മാർ ആദ്യം പ്രശ്നം ഉണ്ടാക്കാതുണ്ട്. ഇത് പെട്ടെന്നൊരു ആമിക്കബിൾ സെറ്റിൽമെന്റിൽ അങ്ങ് പോകണം. ഇഷ്യൂ സ്പ്രെഡ് ആകരുത്. ഡിജിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞത് പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്ത് ബഹളം ഉണ്ടാക്കി ഇപ്പം കൊല്ലും ഇപ്പം തട്ടും, അവസാനം കിട്ടിയ അടി കണ്ടു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഇസ്ലാമിക രാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തെ ഭരിക്കുന്ന ഗവൺമെന്റിന് ഇവിടെ ഓരോ പൗരന്റെയും അവൻ്റെ അവകാശത്തെയും സ്വത്തിനെയും അവൻ്റെ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ സംസാരിക്കുന്നതിനെ എല്ലാത്തിനെയും അതിനെല്ലാം അക്കൗണ്ടബിളാണ്. അത് മനസ്സിലാക്കാത്ത ഈ സുഡാപ്പികൾക്കാണ് ഈ പ്രശ്നം. അതിൻ്റെ ഗതിവിഗതികളുടെ ഭാഗമായിട്ട് ഉറപ്പായിട്ട് നിങ്ങളെ സപ്രസ് ചെയ്യും. നിങ്ങൾ ഇന്ത്യക്കാരനായിട്ട് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ.
നിങ്ങൾക്ക് ഇസ്ലാമിക തോട്ട്സ് ആ രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് ആ തോട്ട്സ് ഉണ്ടാകാം. പക്ഷെ ഇസ്ലാമിൻ്റെ രീതിയിൽ മാത്രം ഇന്ത്യയിൽ ജീവിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. അതിന് പറ്റിയ രാജ്യങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതേപോലെ ചില അറബ് രാജ്യങ്ങളുണ്ട്, യമൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ആ രീതിയിൽ ജീവിക്കുക. പക്ഷെ ഇന്ത്യയിൽ ഇത് പറ്റില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാൻ പറ്റും, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതൊക്കെ വിളിച്ച് പറയുന്നേ. ഇവിടെ ചില ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ, ഇപ്പോൾ അവരെന്നെ പറ്റി വീഡിയോ ഇടുന്നത്, അവർ മോദിയെ ബോംബ് വെച്ച് കൊല്ലണമെന്ന് വീഡിയോ ചെയ്ത സ്ത്രീയാണ്. എന്നിട്ട് നടപടി എടുത്തു? ഇല്ലല്ലോ. ഇന്ത്യയിലെ BJP നേതാക്കന്മാർ മുഴുവൻ അവർ ബോംബ് വെച്ച് ഇപ്പോൾ കൊല്ലും എന്നവർ വീഡിയോ ആയിട്ടുണ്ട്. എന്നിട്ട് വല്ലതും ഉണ്ടായിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. പക്ഷേ അത് എല്ലാത്തിനും ഒരു ലക്ഷ്മൺ രേഖയുണ്ട്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എന്താണ്, ഇന്ത്യൻ കടുവകൾ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കും. അത് പാകിസ്ഥാനെ ഇപ്പം കാണിച്ചു. അതെല്ലാവർക്കും ഒരു പാഠം തന്നെയാണ്. പ്രത്യേകിച്ച് സുഡാപ്പികൾ ഇത് മനസ്സിലാക്കുക. എന്നിട്ട് തന്നെ നിങ്ങളിത് മുന്നോട്ട് നീങ്ങാവും. ഇത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. ജയ് ഹിന്ദ്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.